വലിയൊരു വിയോഗത്തിന്റെ തീരാ ദുഃഖത്തിനിടയിലും മറ്റുള്ളവർക്ക് ജീവിതം സമ്മാനിക്കാൻ തയ്യാറായ ഒരു കുടുംബത്തിന്റെ ഹൃദയസ്പർശിയായ വാർത്തയാണ് കണ്ണൂരിൽ നിന്നും പുറത്തു വരുന്നത്. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്ക മരണം സംഭവിച്ച 22-കാരനായ അർജുൻ മരണത്തിലും 4 പേരുടെ ജീവിതത്തിലേക്കാണ് വെളിച്ചമായി മാറിയിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ അർജുൻ തന്റെ ഹൃദയവും കരളും 2 വൃക്കകളും ദാനം ചെയ്ത് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകി. ഒരു വാഹനാപകടത്തിന്റെ രൂപത്തിലാണ് 22-കാരനായ അർജുന്റെ ജീവിതത്തിലേക്ക് വിധി വില്ലനായി എത്തിയത്. തികച്ചും അപ്രതീക്ഷിതമായി സംഭവിച്ച ആ ദുരന്തം ഒരു കുടുംബത്തെയാകെ കണ്ണീരിലാഴ്ത്തുകയായിരുന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായ പരിക്കുകളോടെയാണ് അർജുനെ കണ്ണൂർ ആംസ്റ്റർ മീംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അടിയന്തര വിഭാഗത്തിൽ പ്രവേശിച്ച അർജുന്റെ ജീവൻ നിലനിർത്താൻ ആശുപത്രിയിലെ വിദഗ്ധരായ മെഡിക്കൽ സംഘം തങ്ങളുടെ പരമാവധി ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ പരിക്കുകൾ അതീവ ഗുരുതരമായതിനാൽ മെയ് 31 വൈകുന്നേരത്തോടെ ഡോക്ടർമാർ അർജുന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇനി തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആ മാതാപിതാക്കൾക്ക് ആദ്യമൊക്കെ പ്രയാസമായിരുന്നു. എന്നാൽ ആ വിയോഗത്തിന്റെ തീരാ ദുഃഖത്തിനിടയിലും തങ്ങളുടെ മകൻ മറ്റുള്ളവരിലൂടെ ജീവിക്കട്ടെ എന്ന ചിന്തയോടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത ധീരമായ തീരുമാനം അവയവങ്ങൾക്ക് കാത്തുനിന്ന 4 രോഗികൾക്ക് തുണയാവുകയായിരുന്നു. സ്വന്തം മകന്റെ വേർപാടിൽ തകർന്നുപോയ ഒരു കുടുംബം മറ്റുള്ളവരുടെ വേദന തുടയ്ക്കാൻ കാണിച്ച ആ വലിയ മനസ്സ് മനുഷ്യത്വത്തിന്റെ ഉദാത്തമായ മാതൃകയായി മാറുകയാണ്. ഒരു ജീവൻ നഷ്ടമാകുമ്പോഴും മറ്റൊരു 4 കുടുംബങ്ങളിലേക്ക് പ്രത്യാശയുടെ വെളിച്ചം പടർത്താൻ ഈ തീരുമാനത്തിലൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. മസ്തിഷ്ക മരണം സംഭവിച്ച അർജുന്റെ മാതാപിതാക്കൾ അവയവദാനത്തിന് സമ്മതം മൂളിയ നിമിഷം മുതൽ സംസ്ഥാനത്തെ ആരോഗ്യരംഗം അതീവ ജാഗ്രതയോടെയാണ് ചലിക്കാൻ തുടങ്ങിയത്. മിനിറ്റുകൾ പോലും പാഴാക്കാനില്ലാത്ത ഈ ദൗത്യം വൻ വിജയമാക്കാൻ ഔദ്യോഗിക സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി. അവയവദാന പ്രക്രിയകൾ പൂർണ്ണമായും സുതാര്യവും വേഗത്തിലുമാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അവയവദാന ഏജൻസിയായ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ നേരിട്ട് രംഗത്തിറങ്ങി. അവയവങ്ങൾ ആർക്കൊക്കെ നൽകണമെന്ന സീനിയോറിറ്റി ലിസ്റ്റ് പ്രകാരം നിശ്ചയിച്ചതും വിവിധ ആശുപത്രികളിലെ മെഡിക്കൽ ടീമുകളെ ഏകോപിപ്പിച്ചതും കെസോട്ടയുടെ നേതൃത്വത്തിലാണ്. അവയവങ്ങൾ കേടുപാടുകൾ കൂടാതെ ശരീരത്തിൽ നിന്നും പുറത്തെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. ആസ്റ്റർ ഹോസ്പിറ്റലിലെ സർജന്മാരുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന അതീവ സങ്കീർണമായ ശസ്ത്രക്രിയയാണ് ഇതിനായി നടത്തിയത്. അർജുന്റെ ഹൃദയം, കരൾ, വൃക്കകൾ എന്നിവ വിജയകരമായി പുറത്തെടുത്തു. ഈ ദൗത്യം വിജയകരമാക്കാൻ ഒരൊറ്റ ആശുപത്രിയിൽ ഡോക്ടർമാർ മാത്രമല്ല പങ്കാളികളായത്. ആസ്റ്റർ ഹോസ്പിറ്റലിൽ നിന്നുള്ള സർജന്മാർക്ക് പുറമെ മറ്റു പ്രമുഖ ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു വലിയ മെഡിക്കൽ സംഘം തന്നെ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകി. മെഡിക്കൽ സംഘത്തിന്റെ ഈ അശ്രാന്ത പരിശ്രമമാണ് 4 പേർക്ക് പുതിയ ജീവിതം ഉറപ്പാക്കാൻ സഹായിച്ചത്. അർജുൻ ദാനം ചെയ്ത അവയവങ്ങൾ ഒട്ടും സമയം കളയാതെയാണ് കാത്തിരുന്ന രോഗികളിലേക്ക് എത്തിച്ചത്. അർജുന്റെ ഹൃദയം എയർ ആംബുലൻസ് മുഖേന കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലുള്ള 48-കാരനായ മലപ്പുറം സ്വദേശിക്കായി എത്തുകയായിരുന്നു. വൃക്കകളിൽ ഒന്ന് കണ്ണൂർ ആംസ്റ്റർ മീംസിലെ രോഗിക്കും, രണ്ടാമത്തെ വൃക്ക കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും കരൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കുമാണ് കൊണ്ടുപോയത്. എയർ ആംബുലൻസിലും ഗ്രീൻ ചാനൽ സംവിധാനവും ഉൾപ്പെടെയുള്ള അത്യാധുനിക സജ്ജീകരണങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് അവയവങ്ങൾ മാറ്റിവെക്കൽ പ്രക്രിയ വേഗത്തിലാക്കിയത്. ഒരു ജീവൻ നഷ്ടമാകുമ്പോൾ മറ്റു നിരവധി പേർക്ക് അതൊരു പ്രത്യാശയായി മാറുന്ന മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഈ അടിയന്തര സാഹചര്യത്തിൽ അവയവങ്ങൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞത് കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണെന്ന് ആശുപത്രി മാനേജ്മെന്റ് വ്യക്തമാക്കി. ഇതിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച പോലീസിനോടും സർക്കാരിനോടും കെസോട്ടയോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായി ആംസ്റ്റർ മീംസ് CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ അറിയിച്ചു. സ്വന്തം വേർപാടിലും 4 പേർക്ക് പുതുജീവൻ നൽകിയ ആ അർജുന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണമിക്കാം.